ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടല്ല, പകരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ശബ്ദം ലോകം മുഴുവൻ എത്തിക്കണമെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു മുന്നേറ്റം ഉണ്ടാകണം. കുറഞ്ഞത് ഒരു മെമ്പറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ, ഇല്ലെങ്കിൽ അതിന്റെ ലോകത്തിന് മുമ്പിൽ ആ സംസാരം ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഹിന്ദു സംഘടനകൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും വ്യക്തതയൊന്നും തന്നെയില്ല. ഫെബ്രുവരിയിൽ നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണവും നടത്തുന്നുണ്ട്. അവസാനം ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടക്കുമോ എന്നറിയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ അവിടുത്തെ ഒരു ഐക്യം പ്രകടമാക്കാൻ കൂടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടി അത്ര ചെറിയ രാഷ്ട്രീയ പാർട്ടി. ഈ ജമാഅത്തെ ഇസ്ലാമി ആദ്യം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആദ്യം ചെയ്യുന്നത് അതിനെ സൈനികവൽക്കരിക്കുകയാണ്, ആയുധവൽക്കരിക്കുകയാണ്, സാമ്പത്തികവൽക്കരിക്കുകയാണ്. മതപരമായി ഭിന്നിച്ച് നിൽക്കാതെ ഒരുമിച്ച് നിൽക്കണം എന്ന് സംഘടിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഒരു പാർട്ടി അധികാരത്തിലെത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരും ഇതുപോലെ പ്രതികരിച്ചാൽ ഇവർക്ക് അവിടെ നിലനിൽപ്പുണ്ടാകും. അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. കാരണം 40-45 മണ്ഡലങ്ങൾ അവരുടെ നിർണായക ശക്തിയാണ് എന്ന് പറയുമ്പോൾ അതിൽ 20% മുതൽ ഏതാണ്ട് 60% വരെ ഹൈന്ദവ വോട്ടുകളുള്ള മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സുരക്ഷ കൂടി കണക്കിലെടുക്കുന്നുണ്ട് ഇവർ. അതായത് രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഏതെങ്കിലും സഖ്യത്തിന്റെ ഭാഗമൊക്കെ ആകുകയാണ് എങ്കിൽ അവർക്ക് ഒരു ആഭ്യന്തര സുരക്ഷ കൂടി ലഭിക്കുമെന്ന് ഈ പാർട്ടി പ്രവർത്തകർ കരുതുന്നു. ഏതായാലും ഒരു പക്ഷേ ലോകവ്യാപകമായി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ സംജാതമായിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. ലോകം മുഴുവനും ഇസ്ലാം മത ഭീകരരുടെ കരങ്ങളിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ സ്വാഭാവികമായും പൊരുതാൻ ഉറയ്ക്കും. എന്താണെങ്കിലും ശരി, ഇവര് നമ്മളെ കൊല്ലും, അതല്ലെങ്കിൽ ഇവര് നമ്മളെ മതം മാറ്റും, നാട് കടത്തും. ആ മരണം ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ധീരമായി പൊരുതിയിട്ടാകാമെന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് അവരെ തീവ്രവാദി എന്ന് വിളിക്കുന്നത്? അവർക്ക് പ്രതികരിക്കണ്ടേ? ശരിക്ക് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ സാധിക്കാതെ മതതീവ്രവാദ പാർട്ടി അധികാരത്തിൽ കയറിയപ്പോൾ അവരനുഭവിക്കുന്ന യാതനകളും വേദനകളുമാണ് നമ്മൾ ഇന്നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിത് പറയില്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അവർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല. നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവർ സംസാരിക്കുമോ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സംസാരിക്കുമോ? പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെക്കുറിച്ച് സംസാരിക്കുമോ? ഇറാനിലെ കൊമേനിയുടെ ഭീകരതകളെ കുറിച്ച് സംസാരിക്കുമോ? യസീദികൾ അനുഭവിക്കുന്ന സിറിയൻ ഭീകരതകളെ കുറിച്ച് സംസാരിക്കുമോ? നമ്മളതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ഭയമുണ്ട്. മാധ്യമങ്ങളെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ മതശക്തികളുടെ സ്വാധീനം അനിവാര്യമാണ് എന്നവർ വിശ്വസിക്കും. വോട്ട് ബാങ്ക് ആണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ, CA റൌഫ് പറഞ്ഞതുപോലെ നമ്മുടെ പണമാണല്ലോ ഈ നാട്ടിലെ മാധ്യമങ്ങളെയൊക്കെ നമ്മളാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ മാധ്യമങ്ങളൊന്നും നമ്മളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും സംസാരിക്കില്ല. നമുക്ക് ഒരു ശക്തരായിട്ടുള്ള എതിരാളി പോലും ഇല്ല എന്നാണ് ഫസൽ ഗഫൂർ പബ്ലിക്കായിട്ട് സംസാരിച്ചത്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അനിൽ വിളയിൽ CAA, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളിലെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിന് വേണ്ടിയാണല്ലോ CAA കൊണ്ടുവന്നത്. വലിയ കോടികളൊക്കെ ഒരു കാരണവശാലും ഇവിടെ നടപ്പിലാക്കില്ല എന്ന്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പറഞ്ഞതാണ് നമ്മുടെ കേരളത്തിൽ അതൊന്നും നടപ്പിലാക്കില്ല എന്ന്. പൗരത്വ നിയമ ഭേദഗതി അല്ലെ. നോക്കുക, അതിന്റെ ഒരു പരിരക്ഷ ഈ പീഡിപ്പിക്കപ്പെടുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് കിട്ടുമോ? അവരുടെ സംരക്ഷണം ഭാരതം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ വ്രണിത ഹൃദയർക്ക് വേണ്ടി ഭാരതം അത്താണിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. ആകുന്നത് നല്ലതാണെങ്കിൽ പോലും
ഇതൊരു ഇപ്രകാരം ഒരു അത്താണിയായി മാറിയാൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും ഹിന്ദു ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥയും. അവരെ എല്ലാം പെട്ടെന്ന് ഭാരതത്തിലേക്ക് പറഞ്ഞു വിടാൻ ഇത്തരത്തിലുള്ള സമാന സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ 30% ഏകദേശം 1/3 ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം വെറും 8% മാറിയിട്ടുണ്ട് എങ്കിൽ അത് അതിഭീകരമായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു വംശഹത്യയുടെ ഭാഗം തന്നെയായിരുന്നു. ശ്രീ ജലീൽ പുല്ലൂർ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ശ്രീ ജലീൽ എന്ന് പറയുന്ന നാഷണൽ ലീഗിന്റെ ആള് ഇപ്പോഴത്തെ അപലപിക്കേണ്ട. അതിനു മുമ്പ് പഹൽഗാമില് ഡ്രസ് മാറ്റി നോക്കി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊന്നതിനെതിരെ താങ്കളുടെ പാർട്ടി ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നല്ലത്, തീർച്ചയായും സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്ത് എപ്പോഴും അരാജകത്വം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിക ഭീകര സംഘടനകളും. GCC രാജ്യങ്ങൾ ഒഴികെ ഏത് രാജ്യവും എടുത്തു നോക്കൂ, ഏത് രാജ്യത്താണ് ഇസ്ലാമിക വിശ്വാസികൾ സന്തോഷത്തോടും സമാധാനത്തോടും അരാജകത്വവും ഇല്ലാതെ താമസിക്കുന്നത്? കുവൈറ്റ്, ദുബായ് തുടങ്ങിയ ആ പ്രദേശ GCC രാജ്യങ്ങൾ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളിലും അരാജകത്വമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ആ ഒരു പാറ്റേൺ തന്നെയാണ് നാളിതുവരെ ഏകദേശം സമാധാനത്തോട് കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശിലും അതേ അരാജകത്വം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭാരതത്തിന്റെ ചരിത്രം തന്നെ നമ്മൾ നോക്കൂ, ഇസ്ലാമിക വിശ്വാസികൾ തന്നെയാണ് ഭാരതത്തിലെ എല്ലാ കാലത്തും അരാജകത്വം. എവിടെയാണോ മുസ്ലിങ്ങൾ അവര് ന്യൂനപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കാതിരുന്നിട്ടുള്ളത്. ഭൂരിപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെയും, ഇവർ ന്യൂനപക്ഷമാണെങ്കിൽ ഭൂരിപക്ഷത്തിനെതിരെ, ഇവര് ഭൂരിപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെ. എവിടെയാണ് ഇവര് സമാധാനത്തോടു കൂടി മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളത്? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വർഗീയവാദിയാക്കാൻ എളുപ്പമാണ്. കുറച്ച് പേരാണെങ്കിൽ ഇപ്പോ ഫ്രാൻസില്, സ്വീഡനില്, ഇറ്റലിയില്, ജർമ്മനിയില്, പോളണ്ടില്, ഓസ്ട്രേലിയയില് ഒക്കെ നമ്മൾ കാണുന്നത് എന്താ? നഞ്ചെന്തിന് നന്നാഴി. ഇവര് അത്രയും മതി. ഇവരെ വേണ്ടുന്ന രൂപത്തിലുള്ള അടയാളപ്പെടുത്തലുകൾക്ക് ഇവര് മുതിരും. ഇനിയും നൈജീരിയ, എന്താണ് സുഡാനിൽ ബൊക്കോ ഹറാം കാണിച്ചു കൂട്ടുന്നത്? സിറിയയില് ഐസിസുകള് എന്താ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചിട്ട് എങ്ങാനും ഇവരാരെങ്കിലും സംസാരിക്കും? അപ്പൊ ഇവരെ ന്യൂനപക്ഷമായാലും ഭയക്കണം, ഭൂരിപക്ഷമായാലും ഭയക്കണം. നയിച്ചിട്ടുള്ളത് ഭാരതത്തിലെ എല്ലാ കാലത്തും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കൂ. മതത്തിന്റെ പേരിൽ ഭാരതത്തിനെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ട മുഹമ്മദ് അലി ജിന്ന ആരായിരുന്നു? കോടിക്കണക്കിന് ഹിന്ദുക്കളെ കൊന്ന ഹൈന്ദവ സംസ്കാരം ഇല്ലാതാക്കാൻ ശ്രമിച്ച മുഗളന്മാരായിരുന്നു? ഹിന്ദുമതത്തിൽ വിശ്വസിക്കണമെങ്കിൽ നികുതി ജസിയ ഏർപ്പെടുത്തിയ മുഗളന്മാരായിരുന്നു? ഗുരു തേജ് ബഹാദൂറിനെ കൊന്ന ഔറംഗസീബ് ആരായിരുന്നു? കാശ്മീരി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന JKLF ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ആരായിരുന്നു? അതിലെ അംഗങ്ങൾ. മുംബൈ സ്ഫോടനം നടത്തിയ അജ്മൽ കസബ് ആരായിരുന്നു? പാർലമെന്റ് ആക്രമണം നടത്തിയ അഫ്സൽ ഗുരു ആരായിരുന്നു? അമർനാഥ് യാത്ര നിരോധിച്ച ഗീലാനി ആരായിരുന്നു? മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി വാദിച്ച ലീഗ് ആരായിരുന്നു? സൈന്യം സഹായിച്ചാൽ ഭാരതത്തിനെ കീഴ്പ്പെടുത്താമെന്ന് പറഞ്ഞ ഉബൈസി ആരായിരുന്നു? ഇവരെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് കാണാൻ സാധിക്കും. ഭാരതത്തിനെ ഏത് കാലത്തും ഇസ്ലാമികവൽക്കരിക്കാനുള്ള സംഘടിതമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ശ്രീ ജലീൽ പുല്ലൂറിനെ ഞാൻ പുസ്തകം കാണിച്ചു തരാം. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ നേതാവായിട്ട് CPM-ന്റെ നേതാവായിട്ടുള്ള ശ്രീ P ജയരാജനാണ്. പുസ്തകത്തിന്റെ പേര് കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അതിനകത്തെ പേജ് നമ്പർ താങ്കൾക്ക് പുസ്തകമില്ലെങ്കിൽ ഒന്ന് മേടിച്ച് വായിച്ചാൽ മതി. മാതൃഭൂമി ബുക്സ് ഇറക്കിയിരിക്കുന്നതാണ്. 236-ാമത്തെ പേജുണ്ട്. ആ പേജിൽ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ തന്ത്രങ്ങൾ. ഈ ഭാരതത്തിനെ കീഴടക്കാൻ ജമാഅത്തെ ഇസ്ലാമി ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങളെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ ജലീൽ പുല്ലൂർ പറയുകയുണ്ടായി ഖുറാനിലെ ആയത്തുകളെ പറ്റി. ആ ഒരു ആയത്തല്ല ജലീലെ, നിരവധി ആയത്തുകളുണ്ട്. ബഹുദൈവ വിശ്വാസികളെ വധിക്കണം, അവരെ കണ്ടാൽ ഇന്നത് ചെയ്യണം, അവരുടെ ആധിപത്യം ഉണ്ടാക്കരുത് എന്നുള്ള ധാരാളം ആയത്തുകളാൽ സമ്പന്നമാണ് ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം. താങ്കൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല, ധാരാളമുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധി 1-2 സൂചനകൾ പറയുകയുണ്ടായി. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് പുസ്തകങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ. നിരവധിയായ സന്ദർഭങ്ങളിൽ എവിടെയൊക്കെ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം, എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രാവർത്തികമാക്കുക, ഭാരതത്തിനെ കീഴടക്കണം, ഭാരതത്തിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണമെന്നുള്ള ആത്യന്തികമായ ലക്ഷ്യം എല്ലാ കാലത്തും വെച്ചു പുലർത്തുന്ന ശക്തികളാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയെ 2 തവണ ഇനി ഒരു ജാമിദായെയോ ഒരു ആരിഫിനെയോ ഇസ്ലാമിനെ വിമർശിക്കുന്ന 1,9,9,1000 തലകൾ എടുക്കുകയോ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരെ കുടുംബത്തോടെ കത്തിക്കുകയോ ചെയ്താൽ ഇസ്ലാം മത വിമർശനം കേരളത്തിൽ നിന്നു പോകുമെന്ന് ധരിക്കരുത്. എത്ര പേരെ കൊല്ലും? അപ്പൊ കണ്ടില്ലേ, ഞങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി ഖുർആനിനകത്തുള്ള സമാധാനം വാരി വിതറി കൊടുക്കുക പബ്ലിക്കിന്. നമ്മൾ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. 1975 നിരോധനം, 1992 ഇപ്പോൾ നിരോധനവുമുണ്ട്. ഇത് ഈ നിരോധനത്തിന് ശേഷം ഇവരുടെ പ്രമുഖരായ നേതാക്കന്മാർ കേരളത്തിലെ CPM ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കന്മാരായി മാറി. നമ്മുടെ KT ജലീൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭാരതത്തിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പ്രസംഗിച്ച നേതാക്കന്മാരാണ്. പഴയ സിമി നേതാവായിട്ടുള്ള KT ജലീലിൽ നിന്നും ഫസൽ ഗഫൂറിൽ നിന്നും
മതേതരത്വമൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല സുഹൃത്തെ. അവരാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ പ്രവാചകന്മാരായി മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ കേരളത്തിന്റെ അപകടകരമായ സാന്നിധ്യം താങ്കൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കേരളത്തിൽ 1901 കാലഘട്ടത്തിൽ ഏകദേശം 80-85% ഈ കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായി, അന്ന് കേരളം ഇല്ലായിരുന്നുവെങ്കിലും ഭൂമിശാസ്ത്രപരമായി ഈ കേരളത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ ഇന്ന് 2011 ഏറ്റവും അവസാനത്തെ സെൻസസ് ആയപ്പോഴേക്കും ഈ കൊച്ചു കേരളത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ 53% കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? 2021 കോവിഡ് കാരണം സെൻസസ് നടന്നില്ല. ഇപ്പോൾ ഒരു സെൻസസ് നടക്കുകയാണ് എങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 50% താഴെയാണ്. ഹിന്ദു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനമായി കൊച്ചു കേരളം മാറും. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ശ്രീ ജലീൽ മനസ്സിലാക്കൂ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി പറഞ്ഞു. ആ കണക്കനുസരിച്ച് നോക്കുമ്പോൾ 3,65,000 കുട്ടികളാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത്. എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ. അദ്ദേഹം ജില്ല തിരിച്ച് കണക്ക് പറഞ്ഞു. ആ കണക്കനുസരിച്ച് 3,65,000-ന്റെ 25% വരുന്ന 65,000 കുട്ടികളും മലപ്പുറം എന്ന് പറയുന്ന ഒറ്റ ജില്ലയിലാണ്. തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള 6-7 ജില്ലകളിലെ കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ ഒരൊറ്റ ജില്ലയിൽ അഡ്മിഷൻ നേടി എന്ന് പറയുമ്പോൾ ഇന്ന് ആ കുട്ടി 7 വയസ്സുകാരനായിട്ടുണ്ട്. ഇന്ന് 11 വർഷം കഴിയുമ്പോൾ കേരള നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അന്നുള്ള നവ വോട്ടർമാരുടെ 25% ഒരൊറ്റ ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന് പറയുന്ന അപകടകരമായ സാഹചര്യമുണ്ട്. സമാന സാഹചര്യം ബംഗ്ലാദേശ് എപ്രകാരം അനുഭവിച്ചോ അതിന് തുല്യമായിട്ടോ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. നാഷണൽ ലീഗിന്റെ നേതാവ് എന്ത് പറഞ്ഞാലും ഈ കേരളത്തിലെ ഹിന്ദു കാണാൻ പോകുന്ന ഭൂകമ്പം വളരെ ഗുരുതരമാണ്. 1921 കച്ചകെട്ടിയിറങ്ങിയ ശക്തികള് അവലും മലരവും കുന്തിരിക്കവും കാത്തുവെച്ചോളാൻ പറഞ്ഞ ശക്തികള് 2047 ആകുമ്പോഴേക്കും ഈ കേരളത്തിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി കട്ടിംഗ് ദ സൗത്ത്. കേരളത്തിലെ മാധ്യമങ്ങൾ, മാമാ മാധ്യമങ്ങൾ, കേരള യൂണിയൻ ഓഫ് ജിഹാദീസ് ഉണ്ടല്ലോ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസ്, ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തില് കട്ടിംഗ് ദ സൗത്തിന് വേണ്ടി ഒരു യോഗം നടത്തി. അന്ന് VD സതീശൻ ഉൾപ്പെടെ ആൾക്കാർ അത് നടന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചൊരു സാഹചര്യമുണ്ട്. അതൊക്കെ അപകടകരമായ സൂചനയാണ്. NIA കോടതി ഡൽഹിയിൽ സമർപ്പിച്ച കഴിഞ്ഞ ദിവസത്തെ അഫിഡവിറ്റ് ഉണ്ടല്ലോ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാകിസ്ഥാൻ ഭാരതത്തിനെ ആക്രമിക്കുന്ന ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ ദക്ഷിണ ഇന്ത്യയെ വേർപെടുത്താൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമം നടത്തിയെന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റാണ് NIA ഡൽഹിയിലെ കോടതിയിൽ കൊടുത്തത്. നമ്മൾ അതിനെ അപകടകരമെന്ന് പറയുന്നതല്ല, അതീവ അപകടകരമായ ഒരു സാഹചര്യമാണ് ഈ കേരളത്തിലും ഭാരതത്തിലും നേരിടുന്നത്. പക്ഷെ ബംഗ്ലാദേശിലേക്ക് നമ്മൾ പോകണം. ബംഗ്ലാദേശിൽ 1971-നും 2011-നും ഇടയ്ക്ക് 2.65 ലക്ഷം ഏക്കർ വസ്തുവാണ് ഹിന്ദുവിന്റേത് ഇല്ലാതായത്. എനിമീസ് പ്രോപ്പർട്ടീസ് ആക്ട് അനുസരിച്ചുകൊണ്ട്, വെസ്റ്റഡ് പ്രോപ്പർട്ടീസ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ സർവ്വ സ്വത്തുവകളും പിടിച്ചെടുത്തു. തന്ത്രപ്രധാനമായിട്ടുള്ള സപ്തസുന്ദരികളുടെ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ് പ്രദേശത്ത് ഹിന്ദുക്കളെ മുച്ചൂടും നശിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഒരു ആക്രമണം ഉണ്ടാക്കി അവരുടെ സ്വപ്നമാണ് അത് പിടിച്ചെടുക്കുക. ആ പിടിച്ചെടുക്കൽ അതിഭീകരമായ രീതിയിൽ ആസൂത്രണം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇതിന് വേണ്ട ഫണ്ട് കൊടുക്കുന്നത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അന്നേരം ഈ രാജ്യത്തിനെ, ഭാരതത്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. ബംഗ്ലാദേശ് കലാപം ഭാരതത്തിനെയും ഇന്ത്യയും ഹിന്ദുത്വത്തിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെ അപലപിക്കാത്ത കേരളത്തിലെ, പൊതുവിൽ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ ആഗ്രഹിക്കുന്നത് ഖുർആനിന്റെ കൽപ്പനകൾ ലോകത്ത് പുലർന്നു കാണാനാ. ആ ഖുർആനിന്റെ കൽപ്പന എന്താണ്? ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കി ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം. ലോകം മുഴുവനും, മതം മുഴുവനും അള്ളാഹുവിനു വേണ്ടിയായി തീരുകയും ഭൂമിയിൽ കുഴപ്പം ഇല്ലാതാകുകയും ചെയ്യുന്നതുവരെ കാഫിറുകളോട് യുദ്ധം ചെയ്യാനെന്നാ പഠിപ്പിച്ചത്. ആ ഇസ്ലാമിന്റെ ഖുർആനിന്റെ അധ്യാപനം അനുസരിച്ച് ആ മുസ്ലിങ്ങളുടെ പിരടിക്ക് കാച്ചാനും അവരെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാനും അടിച്ചു കൊന്ന് കത്തിക്കാനും ഒക്കെ ഇവർ തയ്യാറെടുക്കുന്നതിന്റെ പിന്നിൽ ഇവർക്ക് പ്രചോദനം നൽകുന്ന ഒരു കിതാബാണ് ഇവിടെ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ജോസഫ് മാഷ് പറഞ്ഞതുപോലെ, ആ മഴുവിനോട് എനിക്ക് വൈരാഗ്യമില്ലാത്തതുപോലെ എൻ്റെ കയ്യും കാലും എടുത്ത ആ ഭീകരന്മാരായിട്ടുള്ള PFIക്കാരോടും എനിക്ക് വിരോധമില്ല. മറിച്ച് ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരു പുസ്തകമാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന മാനവികതയ്ക്കു വേണ്ടി അള്ളാഹു അയച്ച ദൈവികമായിട്ടുള്ള സന്ദേശമാണിത് എന്നിവർ പറഞ്ഞു നടക്കുമ്പോഴും ഇതിനകത്തുള്ള മാനവിക സന്ദേശങ്ങൾ എന്താണ്? ആർക്കാണ് ഖുർആൻ സന്ദേശം നൽകുന്നത്? ഈ ഖുർആൻ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ് അവരുടെ ജീവിതത്തിന്റെ മാർഗരേഖ. അപ്പൊ ആ ഗ്രന്ഥം എന്താണോ പറയുന്നത്, ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ പറയുന്നതെങ്കിൽ അങ്ങനെ മുസ്ലിങ്ങളോട്
എങ്ങനെയാണ് മുസ്ലിങ്ങൾ എങ്ങനെയാണ് അമുസ്ലിങ്ങളോട് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞാൽ അതങ്ങനെ. ഇപ്പോ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. സുഡാനിലെ, നൈജീരിയയിലെ, ബംഗ്ലാദേശിലെ, ഇറാനിലെ ഒക്കെ അമുസ്ലിങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഒക്കെ ഒരു ജീവിതകഥയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ ഒരു കാത്തലിക് പുരോഹിതൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് മുസ്ലിം തീവ്രവാദികൾ എന്താണ് ചെയ്യുന്നത് എന്ന് തുറന്നു പറയുന്നു. തന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയവരോട് ക്ഷമിക്കുകയും പിന്നീട് വൈദികനാകുകയും ചെയ്ത ഫാദർ പെറോ മെലനോസിവിച്ചിന്റെ ജീവിതം ആരുടെയും കണ്ണു നനയിക്കുന്നതാണ്. ലിയോ 14 പാപ്പയുടെ 2026 ലോക സമാധാനത്തിന്റെ സന്ദേശം വായിച്ചപ്പോഴാണ് ഫാദർ പെറോയുടെ ജീവിതകഥയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചത്. 1993 ബോൺസിയൻ യുദ്ധത്തിനിടെ മുസ്ലിം സൈനികർ നടത്തിയ ആക്രമണത്തിൽ ഫാദർ പെറോയുടെ പിതാവും അടുത്ത ബന്ധുക്കളും ക്രൂരമായി കൊല്ലപ്പെട്ടു. അന്ന് വെറും 7 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പെറോയ്ക്ക് തന്റെ ബാല്യകാലം മുഴുവൻ യുദ്ധത്തിന്റെ ഭീകരതകൾക്കിടയിൽ ചെലവഴിക്കേണ്ടി വന്നു. കൊലപാതകങ്ങൾക്ക് ശേഷം പെറോയെയും കുടുംബത്തെയും 7 മാസത്തോളം ഒരു തടങ്കൽ പാളയത്തിൽ അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ തടവിലിട്ടു. കഠിനമായ പട്ടിണിയും തണുപ്പും നിറഞ്ഞ തടങ്കലിൽ തന്റെ അമ്മ പകർന്നു നൽകിയ വിശ്വാസവും ജപമാല പ്രാർത്ഥനയുമാണ് തങ്ങളെ കാത്തതെന്ന് അദ്ദേഹം പറയുന്നു. സ്വന്തം കുടുംബത്തിന്റെ രക്തം ചിന്തിയവരോട് പക പുലർത്തുന്നതിന് പകരം ദൈവികമായ ഇടപെടലിലൂടെ ക്ഷമിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഈ ആത്മീയ പരിവർത്തനമാണ് അദ്ദേഹത്തെ വൈദിക പട്ടത്തിലേക്ക് നയിച്ചത്. 2012 അദ്ദേഹം വൈദികനായി അഭിഷിക്തനായത്. വർഷങ്ങൾക്ക് ശേഷം തന്നെ തടവിലിട്ടിരുന്ന തടങ്കൽ പാളയം അദ്ദേഹം സന്ദർശിച്ചിരുന്നു. പീഡനങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാൻ കുമ്പസാരക്കൂട്ടിലെ അനുഭവങ്ങളും തന്നെ ഏറെ സഹായിച്ചതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. തിന്മയെ നന്മ കൊണ്ട് വേണം ജയിക്കാൻ, ആയുധങ്ങൾ കൊണ്ടല്ല എന്ന ശക്തം. സ്വന്തം കുടുംബത്തെ മുഴുവനും തീയിട്ടു കൊന്ന് ഒരു 7 വയസ്സുകാരനെ തടവിലാക്കിയവരോട് അദ്ദേഹം ക്ഷമിച്ചു കൊടുത്തിട്ട് പറയുന്ന വാക്കെന്താ? തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. ഓരോ മനുഷ്യനും ഓരോ പൈതൃകങ്ങളുണ്ടല്ലോ, അതല്ലാതെ എന്ത്? അദ്ദേഹം ഒരു പക്ഷേ വിട്ടുവീഴ്ചയും സ്നേഹവും സമാധാനവും പുറത്തു കൊടുക്കണം, ക്ഷമിച്ചു കൊടുക്കണം എന്നതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? അവർ കാഫിറുകളാണ്. അതുകൊണ്ടാണ് MM അക്ബറിന്റെ നേച്ചർ ഓഫ് ട്രൂത്തിന്റെ കീഴിലുള്ള പീസ് സ്കൂളില് ചെറിയ കുട്ടിയോട് എങ്ങനെയാണ് മോനെ നിന്റെ സഹപാഠിയെ നീ മതം മാറ്റേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. ഒരു 7 വയസ്സുകാരൻ പഠിക്കേണ്ടത് സഹപാഠിയോടൊപ്പം കളിക്കാനാണോ? അവനെ സ്നേഹിക്കാനും അവനോട് പങ്കുവയ്ക്കാനും കൂട്ടുകൂടാനും അവരുടെ പരസ്പരമുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാനുമാണോ? അതോ കൊല്ലാനും കൊല്ലപ്പെടാനുമാണോ? മതം മാറ്റാൻ, ഇസ്ലാമിനു വേണ്ടി ജീവിക്കാൻ ഒരു 7 വയസ്സുകാരനെ പ്രാപ്തനാക്കുന്ന രീതി നമ്മൾ അവിടെ കാണുവാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞോ? അടുപ്പുകൂട്ടി ചർച്ച ചെയ്തോ? വിമർശനങ്ങൾ ഉണ്ടായിരുന്നോ? ഒരു 7 വയസ്സുള്ള കുട്ടിയെ പാഠപുസ്തകത്തിലൂടെ വ്യക്തമായും പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് മോനെ നിന്റെ അടുത്തിരിക്കുന്ന നിന്റെ സഹപാഠിയെ നീ മതം മാറ്റേണ്ടത്? കലിമ ചൊല്ലാൻ പറയണം, പേരു മാറ്റണം, ഹലാൽ ചിക്കൻ കഴിക്കണം, കഴുത്തിൽ നിന്നും കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെക്കണം, അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം. ആരെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ച് നിങ്ങൾ കണ്ടോ? ഇല്ല. കാരണം എന്താ? എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ? പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇപ്പോൾ ലോട്ടറി ടിക്കറ്റിലുള്ള ഹൈന്ദവ നിന്ന എന്താണ് എന്ന് നമ്മൾ കണ്ടു. അതിനെ സംബന്ധിച്ച് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ അടുപ്പുകൂട്ടി ചർച്ച നടത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് ഹിന്ദുക്കൾ കേരളത്തിൽ ഒരു പരിധിവരെ ഉണരാൻ ശ്രമിക്കുന്നുണ്ട്. സംഹാനിക്കുന്ന തരത്തിൽ കേരള ലോട്ടറിയിൽ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ജനുവരി 2 നറുക്കെടുക്കുന്ന സുവർണ്ണ കേരള ലോട്ടറിയിലാണ് ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം പതിക്കുന്ന ചിത്രം പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തയോട് പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചേരുകയാണ്. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇത് ബോധപൂർവം ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? തർക്കമില്ല. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകമാണ്.
2019 ജനുവരി മാസം 2-ാം തീയതിയാണ് സുപ്രീം കോടതി വിധിയുടെ മറവിൽ 2 യുവതികളെ ശബരിമലയിലേക്ക് പിണറായി സർക്കാർ തള്ളിക്കയറ്റി കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് 7 വർഷം തികയുന്ന 2026 ജനുവരി 2-ാം തീയതിയാണ് ഈ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ തർക്കവിധേയമായിട്ടുള്ള അല്ലെങ്കിൽ ശിവലിംഗത്തില് ഈ ആർത്തവ രക്തം ഒഴിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് ജനുവരി 2-നാണ് വെച്ചിരിക്കുന്നത്. അന്നേരം ജനുവരി 2-ാം തീയതി ഹിന്ദു വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. CPM-കാർ, ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ എന്ത് ചെയ്താലും അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നവർ പറയുകയാണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും വേറെ കുഴപ്പങ്ങളും. നമുക്കറിയാവുന്ന TP 51 വെട്ട എന്നൊരു സിനിമ ഇറങ്ങിയായിരുന്നു, TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത്. അതെ. ആ സിനിമ ഒരു ഒറ്റ തിയേറ്ററിലും പ്രദർശിപ്പിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ സമ്മതിച്ചില്ല. അവിടെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ പോയി. ഈ ഒരു ലോട്ടറി ടിക്കറ്റിനകത്ത് ഇത്തരത്തിലുള്ള നിന്ദ്യവും നീചവും ഹിന്ദു വിരുദ്ധവുമായിട്ടുള്ള ഒരു ചിത്രം കയറ്റി എന്ന് പറഞ്ഞ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗം തന്നെയാണത്. ആരുടെയും വീഴ്ചയോ അശ്രദ്ധയോ കൊണ്ടൊന്നും സംഭവിച്ചതല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെ ലോട്ടറി ഡയറക്ടറെ പ്രതിയാക്കി വിശ്വ ഹിന്ദു പരിഷത്തിന് വേണ്ടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് തീർത്തും അപലപനീയമാണ്. ഹിന്ദുത്വത്തിനെ മനഃപൂർവ്വമായി മോശമാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ടിപ്പു ചത്തുപോയെങ്കിലും ടിപ്പുവിന്റെ ആശയങ്ങൾ, ടിപ്പുവിന്റെ മതവിരോധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഔറംഗസീബ് ചത്തുപോയെങ്കിലും ഔറംഗസീബിന്റെ മതപരിവർത്തന ഭീകരതകൾ, ഒരു പ്രത്യേക മതത്തെ നിലനിർത്തി മറ്റെല്ലാ മതങ്ങളെയും ഏത് രൂപത്തിലാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് ആ കാലത്ത് അവർ ശ്രമിച്ചതിനേക്കാൾ വലിയ സ്ട്രാറ്റജി ഇന്നത്തെ ഈ ആധുനിക ഇന്റർനെറ്റ് യുഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു. പേര് പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടാമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് ജനുവരി മാസം 2-ാം തീയതി ഹിന്ദു അപമാനിക്കുന്ന ദിവസമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണിത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി വിശ്വ ഹിന്ദു പരിഷത്ത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. മാത്രമല്ല അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നേരത്തെ ഈ ശബരിമല ആചാര സംരക്ഷണം ഒക്കെ നടന്ന സമയത്ത് കേരളവർമ്മ കോളേജിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായി. ആർത്തവ രക്തത്തിൽ കുളിപ്പിച്ച അയ്യപ്പന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു സ്ഥിതി കേരളവർമ്മ കോളേജിലെ SFI യൂണിയന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു വികാരമാണ്. അതിനെ ആളിക്കത്തിക്കുകയാണ് ഓരോ നീക്കങ്ങളിലൂടെയും സർക്കാരും സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനിയുള്ള നിയമ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ? തീർച്ചയായിട്ടും ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, കുറച്ചു നാളിന് മുമ്പ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോനി കവാടം തീർത്തവരാണ് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും SFI DYFI നേതാക്കന്മാരും ഒക്കെ തന്നെ. സരസ്വതി ദേവിയുടെ നഗ്നമായ ചിത്രം MF ഹുസൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച ഹരീഷിന്റെ മീശ എന്ന് പറഞ്ഞ ഒരു നോവൽ വന്നപ്പോൾ അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞപ്പോൾ അതിന് സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൊടുക്കാൻ പോലും കേരള സർക്കാർ തയ്യാറായി. കാരണം ഇത് വളരെ ആസൂത്രിതമാണ്. ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ദളിത് നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവരും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ സ്ഥിരമായി കാണിക്കുകയാണ്. തീർത്തും എതിർക്കപ്പെടേണ്ട ഈ ഒരു സാഹചര്യത്തിന് നിയമപരമായ രീതിയിൽ തന്നെ നമുക്കറിയാം, മുഹമ്മദ് ആരെയും കൊല്ലാനോ അതല്ലെങ്കിൽ ഇതാരാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് അവരുടെ വീടുകൾ വളയാനോ മാർച്ച് നടത്തി അവരെ ഭീഷണിപ്പെടുത്താനോ ഒന്നുമല്ല ശ്രമിക്കേണ്ടത്. ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി നിയമത്തിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവരാനും വാദവും പ്രതിവാദങ്ങളുമൊക്കെയായി സത്യവും മിഥ്യയും എന്താണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനും സ്വയം തിരിച്ചറിയാനും ഒക്കെയാണ് അവർ ശ്രമിച്ചത്. നിയമപരമായി അതിനെ നേരിടുക എന്ന തത്വം, അത് തന്നെയാണ് ജനാധിപത്യം. നമ്മുടെ രാജ്യത്ത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ രാജ്യം ഒരിക്കലും മതപരമാകരുത് എന്ന് ആഗ്രഹിക്കുന്നത്. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇതൊരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ ഒന്നും കീഴിൽ നമ്മുടെ രാജ്യം അമർന്നു പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിന്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്നതിനെ പിൻപറ്റാനും നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഏതൊന്നിനെയും എതിർക്കാനും നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തുറന്നു പറയാനും ഒക്കെ സാധിക്കുന്ന ഒരു നല്ല സാഹചര്യം നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇറാനിൽ അതുണ്ടോ? സൗദി അറേബ്യയിൽ അതുണ്ടോ? സിറിയയിൽ അതുണ്ടോ? ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിൽ ഒന്നുമില്ല. അതേപോലത്തെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുതിയ ഡിസൈൻ തീർത്ത കേരള ലോട്ടറി ഇന്ന് ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കും. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മതവികാരങ്ങൾ സംരക്ഷിക്കുകയും
മറ്റവരുടെ ഒന്നും മതവികാരങ്ങൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ഹമാസിന്റെ കിങ്കരന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നു. അവിടെയും എതിർഭാഗത്താരായിരുന്നു. അപ്പോൾ എതിർഭാഗത്ത് ക്രിസ്ത്യാനികൾ വന്നാൽ മാത്രമാണ് ഇവിടെ ഒരു പ്രത്യേക മതത്തോടൊപ്പം ഇവർ നിൽക്കുന്നത്. താലിബാൻ ഇവർക്ക് വിസ്മയമാണ്, ഹമാസ് ഇവർക്ക് പോരാളികളാണ്. കാരണം ഇവരും ആഗ്രഹിക്കുന്നു അതുപോലെ ഒരു ഹമാസിന്റെ വിങ് എന്തുകൊണ്ട് നമുക്കുണ്ടാകാൻ പാടില്ല എന്ന്. ഇതെപ്പോഴും ഇസ്ലാം മതത്തിന് അനുകൂലമായി മാറുകയും മറ്റു മതവിഭാഗങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് എതിരായി മാറുകയും ചെയ്യണം എന്നത് വളരെ നിർബന്ധമാണ്. ഇപ്പോ യേശു പിഴച്ചുപെറ്റ സന്തതി ആയതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞു. അതേപോലെ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറയുമോ മുഹമ്മദ് നബിയുടെ വാപ്പയാരെന്നറിയില്ല, അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ മിലാദി ഷെരീഫ് ആഘോഷിക്കരുത് എന്ന് പറയില്ല. കാരണം എന്തെന്നറിയാമോ? അവര് വിമർശിക്കും. പക്ഷേ ആ വിമർശനം പോലും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരിക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്. അവരുടെ മതവികാരം വ്രണപ്പെടുത്തുക എന്നത് അവരുടെ അജണ്ടയിൽ പെട്ടതേ അല്ല. ബൈബിള് കൊണ്ടുപോയി കത്തിച്ച ഒരു മുഹമ്മദ് മുസ്തഫ, അവനെ വാനോളം പൊക്കി ആദരിച്ചു കൊണ്ട് നടക്കാൻ ഇവിടെ മുസ്ലിം തീവ്രവാദികൾ ഉണ്ടായിരുന്നു. അതേപോലും ഖുർആൻ ആക്രിക്കടയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാണ് ആക്രിക്കടയിൽ കൊണ്ടിട്ടത് ഖുർആൻ? ആ വീടുകൾ അന്വേഷിച്ച് പിടിച്ച് മുസ്ലിം പുരോഹിതന്മാർ സംഘങ്ങളായിട്ട് ഇറങ്ങി തിരിച്ച നാടാണ് ഈ കേരളം. അപ്പോ നമുക്ക് നമ്മുടേതെല്ലാം ചക്കരയാണ്, മറ്റുള്ളവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഉസ്താദിന്റെ പ്രസംഗം. ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. പോലീസും പട്ടാളും മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 80% മുസ്ലിങ്ങൾ 20% ആ 20 മതി നിങ്ങൾ നേരിടാൻ. ഒരു സംശയമില്ല. അമ്പലത്തിൽ പോകുന്ന പള്ളിയിലും വരരുത്, പള്ളിയിൽ പോകുന്ന അമ്പലത്തിലും പോരുത്. കാര്യം മനസ്സിലായല്ലോ? ഇവരുടെ മതേതരത്വം തുളുമ്പുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ചൊന്ന് കേട്ടു നോക്കും. ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. പോലീസും പട്ടാളും മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 80% മുസ്ലിങ്ങൾ 20% ആ 20 മതി നിങ്ങൾ നേരിടാൻ. ഒരു സംശയമില്ല. അമ്പലത്തിൽ പോകുന്ന പള്ളിയിലും വരരുത്, പള്ളിയിൽ പോകുന്ന അമ്പലത്തിലും പോരുത്. അമ്പലത്തിലെ വിശ്വാസം വേറെ, പള്ളിയിലെ വിശ്വാസം വേറെ. നിങ്ങളുടെ പെരുന്നാൾ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഹിന്ദു പെണ്ണ് പർദ്ദടാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വിഷമം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ അവരെ കുരിശു വെക്കും, നിങ്ങൾ അവരെ പുൽക്കൂടുണ്ടാക്കും, നിങ്ങൾ അവരെ ഉണ്ണി യേശുവിനുണ്ടാക്കും, നിങ്ങൾ അതൊക്കെ കച്ചവടവൽക്കരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു ഹിന്ദു പെണ്ണ് ഇസ്ലാമിന്റെ ഒരു ആഘോഷ ദിവസം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അതുകൊണ്ട് പർദ്ദടട്ടെ എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണം. അത് ആ മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് മനസ്സിലാക്കി ആ മതവിശ്വാസത്തിന്റെ ആചാരത്തിൽ പങ്കുചേരുക എന്നുള്ളത് കുഫറാണ്. ഇനി അങ്ങനെയല്ല, അതൊരു മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാതെ അവരോടുള്ള സൗഹൃദം പങ്കിടലായി നമ്മൾ അതിനോട് പങ്കുചേരുകയാണെങ്കിൽ അത് ഹറാമാണ്. ഞങ്ങൾക്ക് മതമാണ് 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 മതം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. കൊക്കിലെ ശ്വാസം വിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകത്താമ്പ്. കേരളത്തിലെ എല്ലാ മിമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക. കേരളത്തിലെ എല്ലാ മിമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മിമ്പർ വെള്ളിയാഴ്ച മാത്രം